ഗുഡ് സ്ട്രാറ്റജി ബാഡ് സ്ട്രാറ്റജി എന്നൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്ക് ഉണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയാണ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യേണ്ടത് എന്ന് പറയും. അപ്പോൾ അതിൽ സ്ട്രാറ്റജി ഉണ്ടാക്കണമെങ്കിൽ, അതായത് നമ്മളൊരു ഒരു സൊല്യൂഷൻ, സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഒരു പ്ലാനാണ്. പ്ലാൻ എന്ന് പറയുന്നത് ഫണ്ടമെന്റലി ഒരു സൊല്യൂഷനാണ്. അപ്പോൾ ഒരു പ്ലാനോ സൊല്യൂഷനോ മുന്നിലേക്ക് വെക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് അറിയണം എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന്, അല്ലേ? ആദ്യം ഡയഗ്നോസിസ് നടത്തി പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ശരിയായിട്ടുള്ള സൊല്യൂഷൻ മുന്നിലേക്ക് വെക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണ്, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ പ്രശ്നം എന്നുള്ളതിനേക്കാൾ ഉപരി എന്താണ് കുട്ടികൾക്ക് വേണ്ടത്, എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വിഷയം, അതിന് സൊല്യൂഷൻ കൊടുക്കുന്നതിന് മുൻപ് ഇന്ന് നാട്ടിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ആദ്യം സംസാരിക്കാം. പ്രശ്നങ്ങൾ വളരെ വ്യക്തമായി പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൽ ഒന്ന് ആഴത്തിലേക്ക് പോയതിനു ശേഷം നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് റോങ് ടുഡേ, ഇന്ന് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഒന്ന്, എങ്ങനെ ഒരു കോഴ്സ് സെലക്ട് ചെയ്യണം എന്നുള്ളത് പലപ്പോഴും ഒരു പാരന്റിനും കുട്ടിക്കും ഒന്നും അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഷാരിഖിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ, ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ എന്നെ ഒരു പാരന്റ് വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടി നീറ്റ് പരീക്ഷയ്ക്ക് 2 വർഷമായി റിപ്പീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഈ 2ാമത്തെ വർഷമായിട്ടും കിട്ടില്ല. നീറ്റ് MBBS അബ്രോഡ് പോകണോ അതോ BTech കമ്പ്യൂട്ടർ സയൻസിന് പോകണോ? അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇതാണോ നമ്മുടെ മുമ്പിലുള്ള അവസാനം 2 ചോയ്സ്? ഇപ്പം നീറ്റ് കിട്ടിയില്ലെങ്കിൽ പോകാവുന്ന ഒന്നാണോ ഒരു കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഇൻട്രസ്റ്റിംഗ് എന്നതിന് കൂടെ സാഡ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ വർഷം ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത് ഒരു ന്യൂസ് കണ്ടു. കുട്ടി ആത്മഹത്യ ചെയ്തത് NIT കാലിക്കറ്റിൽ നിന്നാണ്. അപ്പോൾ NIT കാലിക്കറ്റിലെ ആത്മഹത്യ, എന്തുകൊണ്ട് ഈ കുട്ടി സൂയിസൈഡ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു റീസൺ നമ്മൾ കുറച്ച് സംസാരിച്ചപ്പോൾ മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, NIT കാലിക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ വൺ ഓഫ് ദ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. ആ കുട്ടി നീറ്റിന് റിപ്പീറ്റ് ചെയ്ത ഒരു സ്റ്റുഡൻ്റാണ്. പക്ഷേ നീറ്റിന് റിപ്പീറ്റ് ചെയ്ത കുട്ടിക്ക് നീറ്റ് കിട്ടിയില്ല. പകരം ജെയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ജെയ് മെയിൻസ് എക്സാമിന് ഒരു പ്രത്യേകത ഉണ്ട്. അതിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണല്ലോ ചോദിക്കുക. മാത്സിന് മിനിമം കട്ട് ഓഫ് ഇല്ല. അതായത് നിങ്ങൾക്ക് 0 ആണ് എന്നുണ്ടെങ്കിലും ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാർക്ക് മാത്രം വെച്ചിട്ട് നമുക്ക് ഒരു ബെറ്റർ റാങ്ക് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കറിയാം മാത്സ് എഴുതാൻ ബുദ്ധിമുട്ടാണ്. മാത്സ് എഴുതാനുള്ള സമയം കൂടി ഒരു കുട്ടി ഫിസിക്സ് കെമിസ്ട്രി എഴുതിയാലോ ബെറ്റർ റാങ്ക് ഒബ്വിയസ്ലി അവർക്ക് കിട്ടാമല്ലോ. അങ്ങനെ ആ കുട്ടി നീറ്റ് കിട്ടാത്തതുകൊണ്ട് സെക്കൻഡ് ഓപ്ഷനായിട്ട് എവിടെ പോകുന്നു? NIT കാലിക്കറ്റിൽ പോകുന്നു. മേ ബി അവിടുത്തെ ആ ഒരു പ്രഷർ താങ്ങാൻ കഴിയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഒബ്വിയസ്ലി മെഡിസിന് പോകാൻ എക്സ്പെക്ട് ചെയ്ത ഒരാൾക്ക് എഞ്ചിനീയറിംഗ് എന്നുള്ളത് നമുക്കറിയാം വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. മെഡിസിൻ എന്ന് പറയുന്നതിനേക്കാളും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഫീൽഡാണ് എഞ്ചിനീയറിംഗ് എന്നുള്ളത്. അവിടെ പഠിക്കാനുള്ള മാത്തമാറ്റിക്സിൻ്റെ ഫണ്ടമെൻ്റൽസ് എന്നുള്ളത് തന്നെ ഒരു വർഷമോ 2 വർഷമോ റിപ്പീറ്റ് ചെയ്തൊരു കുട്ടിക്ക് വീണ്ടും ആ കാൽക്കുലസിലോട്ടൊക്കെ തിരിച്ചു പോകുക എന്നുള്ളത് തന്നെ ബുദ്ധിമുട്ടാണ്. എന്ന് മാത്രമല്ല, അത് ആ കുട്ടിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. ഇത് കുട്ടിയുടെ സൂയിസൈഡിലോട്ട് നയിച്ചതിന് കാരണങ്ങളിൽ ഒന്നായി എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് റോങ് ചോയ്സസിൻ്റെ നടുവിലാണ് നമ്മളുള്ളത്. നമ്മുടെ മുമ്പിൽ എയ്തർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ എന്ന് പറയുന്ന ഒരു ചോയ്സ് സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ മേ ബി CA എന്ന് പറയുന്ന ഒരു സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ നമ്മൾ 2026 നിൽക്കുമ്പോഴും ഇപ്പോഴും ഗ്രൗണ്ട് റിയാലിറ്റി ഇതാണെന്നാണ് പറയുന്നത്. ഡെഫിനറ്റ്ലി നമ്മൾ ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നീറ്റ് പരീക്ഷ 22 ലക്ഷം ആളുകൾ എഴുതുന്നുണ്ട്, JEE പരീക്ഷ 15 ലക്ഷം ആളുകൾ എഴുതുന്നുണ്ട്. ഇതെല്ലാവരും ഇതിനു വേണ്ടി വളരെ തയ്യാറെടുത്തിട്ടോ അല്ലെങ്കിൽ റെഡി ആയിട്ടോ അല്ലെങ്കിൽ ഇതിന് ആപ്റ്റായിട്ടുള്ള ആളുകളാണ് എഴുതുന്നത് എന്നുള്ളത് നമുക്ക് തോന്നുന്നുണ്ടോ? ഇനി ഞാൻ പറയുന്നത്, അറ്റ്ലീസ്റ്റ് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകൾ അറ്റ്ലീസ്റ്റ് മാത്സും കെമിസ്ട്രിയൊക്കെ പഠിക്കുന്നുണ്ട്. നമ്മുടെ ഒരു പ്രൈവറ്റ് കോളേജുകളിൽ പോകുന്ന ആളുകളുടെ എണ്ണം നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. മേ ബി ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡ് ഞാൻ പറയാം. ഇപ്പോൾ പറഞ്ഞ പോലെ കുട്ടികൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പോൾ BTech CSC ആയിരുന്നു ഒരു കഴിഞ്ഞ വർഷം വരെ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എന്നുള്ളത്. നമുക്കറിയാം CSC എന്നുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ എസ്പെഷ്യലി ഒരു കോവിഡ് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ IT കമ്പനീസിൻ്റെ നമ്മൾ സ്റ്റോക്ക് പ്രൈസൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ ഷാരിഖ് ശ്രദ്ധിക്കുന്നതാണല്ലോ, ഒരുപാട് ഒരു സ്റ്റോക്ക് പ്രൈസ് കൂടുന്നതും അവരുടെ റവന്യൂ കൂടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. സാലറീസും കൊടുത്തു. അപ്പോൾ എല്ലാവരും BTech CSCക്ക് പോയി. പിന്നെ ഈ വർഷം വരുന്ന ചോദ്യം എന്താ പറയുക, കഴിഞ്ഞ വർഷം വരുന്ന ചോദ്യം, CSCക്ക് ഡിമാൻഡ് കുറവാണ്, ECക്ക് പോട്ടെ എന്നുള്ള. അപ്പോൾ അതിനുള്ള റീസൺ എന്താ? ഈ വൈബ് കോഡിങ്ങും കാര്യങ്ങളും AI ഒക്കെ വന്നതോടുകൂടി, AI ടൂൾസൊക്കെ വന്നതോടുകൂടിയിട്ട് പ്രോഗ്രാമിംഗ് എന്നുള്ളത് അത്ര അധികം വളരെ എക്സ്പെർട്ടീസ് വേണ്ട ഒരു സംഭവമല്ല എന്നുള്ളതാണ്. പക്ഷേ ECക്ക് പോകുക എന്നുള്ളത് CSCക്ക് പോകുന്നതിനേക്കാളും ഫണ്ടമെൻ്റലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ചോയ്സ് ആണല്ലോ. CSCക്ക് പോകുന്നതിനേക്കാളും ഡിഫിക്കൽട്ടാണ് എൻ്റെ അഭിപ്രായത്തിൽ ECക്ക് പോകുന്നത്, അല്ലേ? കാരണം എന്താ, EC ഇലക്ട്രിക്കൽ പഠിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ഒരാൾക്ക് മാത്സ് മാത്രമല്ല, അയാൾ ഫിസിക്സിൽ കൂടി അടിപൊളിയാവണം. എന്നാൽ ആ കോഴ്സ് അയാൾക്ക് യോജിച്ച് ഒന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു സിസ്റ്റം ഉണ്ട്. ഞാൻ എൻ്റെ ഒരു കസിന് LPU, നമ്മൾ പഞ്ചാബിലെ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി പഠിക്കും. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, കഴിഞ്ഞ വർഷം അവിടുത്തെ ഒരു ഇൻടേക്ക് BTech CSCക്ക് മാത്രം 8000 സ്റ്റുഡൻസ് ആണ് എന്നുള്ളതാണ്. 8000 സ്റ്റുഡൻസ് ഫസ്റ്റ് ഇയർ, ഒരു ബാച്ചിൽ, ഒരു ഇയറിൽ, ഒരു ക്യാമ്പസിൽ, ഒരു ഇയറിൽ. അപ്പോൾ BTech CSC 4 വർഷം എത്ര ആൾക്കാർ പഠിക്കുന്നുണ്ടാവും? 32,000 പീപ്പിൾ BTech CSC മാത്രം അവിടെ മാത്രം പഠിക്കുന്നുണ്ടാവും.
ഇതേപോലെ കോയമ്പത്തൂരിലോട്ടും ഈ പറഞ്ഞ ജെയൊന്നും എഴുതാതെ കോയമ്പത്തൂരിലോട്ടോ ബാംഗ്ലൂരിലോട്ടോ ഈ പറഞ്ഞ പഞ്ചാബിലോട്ടോ ഒക്കെ വണ്ടി കയറുന്ന ആളുകളുടെ എണ്ണം എത്രയാണ് എന്നുള്ളത് നമ്മൾ ശരിക്കും ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ. ഈ ആളുകൾ മുഴുവൻ നമ്മൾ എവിടെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളത്, ഇത്രയധികം CSE ജോബ്സ് നമുക്കുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ. അപ്പോൾ വളരെ ഈ പറഞ്ഞതുപോലെ ഇപ്പോഴും നമ്മൾ വളരെ കൺവെൻഷനലായി തന്നെയാണ്. കൺവെൻഷനലി ചിന്തിക്കുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം ഈ പറഞ്ഞ പോലെ കൺവെൻഷണൽ ഏരിയാസിൽ തന്നെയാണ് കൂടുതൽ ജോലി സാധ്യതകളൊക്കെ ഉള്ളത്. അതിൽ അതൊരു മോശം കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് ഇതല്ലെങ്കിൽ അതല്ലെങ്കിൽ ഇത് എന്നുള്ള ആ ഒരു 3 or 4 ചോയ്സസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചില ട്രെൻഡുകൾ ഫോളോ ചെയ്യുക എന്നുള്ളതിലോട്ട് മാത്രമാണോ എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. എന്തുകൊണ്ട് ഇന്നും അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് മാറുന്നില്ല? ഇന്ന് ഇത്ര ഇൻഫർമേഷൻ അവൈലബിൾ ആണ്, സോഷ്യൽ മീഡിയയിൽ ഇത്രയും കാര്യങ്ങൾ അവൈലബിൾ ആണ്, ഇന്റർനെറ്റ് ഉണ്ട്, AI ഉണ്ട്. അപ്പോൾ വാട്ട് ഇസ് റൈറ്റ് ഫോർ യു, അല്ലെങ്കിൽ എന്ത് കോഴ്സാണ് നല്ലത്, ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കൽ കുറച്ചും കൂടി എളുപ്പമാകേണ്ടതല്ലേ? എന്നിട്ട് അത് സംഭവിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ചൂസ് ചെയ്യാനുള്ളൊരു ഫ്രെയിംവർക്ക് കുട്ടികൾക്കുണ്ടോ, പാരൻസിനുണ്ടോ? ഫസ്റ്റ് പാരൻസിനുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഈ പറഞ്ഞതുപോലെ ഇങ്ങനൊരു ഡിസിഷൻ മേക്കിങ്ങിലോട്ട് പോകുന്നിടത്ത് ഇപ്പം നമ്മൾ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താ? എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നൊരു ചോദ്യം ഞാൻ പറഞ്ഞുതരാം. ഈ കോഴ്സിന് സ്കോപ്പ് ഉണ്ടോ? ഈ കോഴ്സിന് സ്കോപ്പ് ഉണ്ടോ? ഈ കോഴ്സിന് സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത് എന്താണ്? സ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയൊരു ചോദ്യമല്ലേ. സ്കോപ്പ് നമ്മുടെ കുട്ടികളുടെയും നമ്മുടെ പാരൻസിൻ്റെയും മനസ്സിലുള്ള ഒരു വിചാരം എന്താണെന്നല്ലോ. ഞാൻ പറയുകയാണ്, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിന് സ്കോപ്പ് ഉണ്ടെന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ, ഞാൻ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിറങ്ങുമ്പോൾ എൻ്റെ ചുറ്റും ഒരു 10 കമ്പനികൾ നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയല്ല വേൾഡ് വർക്ക് ചെയ്യുന്നത്. ശാരിക്കിനെ അറിയാലോ. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് എന്താ? വാട്ട് ദ വേൾഡ് ക്യാൻ ഓഫർ അസ് എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലെപ്പോഴുള്ള ചിന്ത. നേരെ തിരിച്ച് വാട്ട് ഐ ക്യാൻ ഓഫർ ദ വേൾഡ് ബാക്ക്, എനിക്ക് ലോകത്തിന് തിരിച്ചെന്താ കൊടുക്കാനുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല ഒരു കുട്ടിയോ പാരൻ്റോ ഒന്നും ചിന്തിക്കുന്നില്ല. ഇത് എവിടുന്നാണ് വരുന്നത്? ഇത് ഇൻഫർമേഷൻ ഇല്ലാത്തതിൽ നിന്നല്ല, ഇത് പലപ്പോഴും മിസ്ഇൻഫർമേഷനിൽ നിന്നാണ് വരുന്നത്. ഇൻഫർമേഷൻ ഇല്ലാത്ത പ്രശ്നം എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ശാരിക്കും ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ജെയുടെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ എവിടെ നിന്ന് കിട്ടുക? പത്രത്തിൽ ന്യൂസ് വരും. ആ ആപ്ലിക്കേഷൻ പ്രോസസ് ഇപ്പം ശാരിക്കൊന്ന് വെറുതെ ആലോചിച്ച് നോക്കിയേ. നമ്മൾ എവിടെ ബാങ്കിൽ എവിടെ പോയി നമ്മൾ ഇത് വാങ്ങും, ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കും. ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഒക്കെ ഇപ്പോൾ അത് കുട്ടികളെ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇപ്പോഴും ഉണ്ടാവും മേ ബി ആസ് എ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. എന്നിട്ടൊക്കെയാണ് നമ്മൾ ഈ സാധനങ്ങൾ ചെയ്യുന്നത് അല്ലേ. പക്ഷേ ഇപ്പോൾ ചുറ്റും എന്താണ്? ഒരുപാട് ഇൻഫർമേഷനാണ്. അവിടെ കുറേ ഇമോഷൻസ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ റീൽ ചെയ്യുന്ന ആളുകളാണ് ഞാനും ഷാരിക്കൊക്കെ. ഇപ്പോൾ ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു കുട്ടി MBBS ഇത്രയധികം വാല്യൂ നമ്മൾ ഇപ്പോഴും കീപ്പ് ചെയ്യാനുള്ള ഒരു റീസൺ എന്താണ്? ഒരു MBBS ഡോക്ടറുടെ സാലറി അത്ര വലിയ സാലറി ഒന്നും അല്ല, കുഴപ്പമില്ലാത്ത സാലറി ലഭിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അത് നമുക്കറിയാം. അതായത് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു പാറ്റേൺ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു വിദേശ MBBS കൺസൾട്ടൻസി എടുത്താൽ അവർ ആദ്യം ചെയ്യുന്നതാണെന്നറിയോ? ഒരു കുട്ടിയെ അവർ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊരു കോഡ് സെറിമണി നടത്തും. കേട്ടിട്ടുണ്ടോ? കോഡ് സെറിമണി എന്ന് പറഞ്ഞാൽ ഇവർ ഈ ഫസ്റ്റ് ഇയറിൽ എൻറോൾ ചെയ്ത്, അതായത് യൂണിവേഴ്സിറ്റിയിൽ പോകാത്ത കുട്ടികളെ മുഴുവൻ ഇവർ ഗ്യാദർ ചെയ്യും. എന്നിട്ട് അവരെ പാരൻസിനെയും വിളിക്കും. എന്നിട്ട് അവരെ പാരൻസിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇവർക്കൊരു വൈറ്റ് കോട്ട് ഇട്ട് കൊടുക്കും, ഒരു സ്റ്റെതസ്കോപ്പും വാങ്ങി തോളിലിട്ട് കൊടുക്കും. അപ്പോൾ പാരൻസിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകും. അപ്പോൾ ആ കുട്ടി പാരൻസും കുട്ടിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കും. ഈ കുട്ടി MBBSനെതിരെ ഫസ്റ്റ് ഇയറിൽ പോയി തുടങ്ങിയിട്ടില്ല. അപ്പോൾ നീറ്റ് പരീക്ഷ എഴുതിയിട്ടോ ചിലപ്പോൾ ക്വാളിഫൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ വലിയ മാർക്ക് കിട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല. ദാറ്റ്സ് ഫൈൻ, അവരുടെ ചോയ്സ് ആണത്. പക്ഷേ ഈ ഒരു ഇമോഷനാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്? നെക്സ്റ്റ് സെയിൽസ് ഡ്രൈവ് ചെയ്യുന്നത് അല്ലേ. സെയിൽസ് എവിടുന്നാണ് ഡ്രൈവ് ചെയ്യുന്നത്? ഇമോഷൻ്റെ മേലെയാണ് നമ്മൾ പലപ്പോഴും എന്ത് കോഴ്സ് എടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പോയിന്റ് അല്ലേ. കാരണം എനിക്കിപ്പോഴും ഫുള്ളി പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നത്തെ 2026 ഇത്രയും ഇൻഫർമേഷനും എല്ലാം ഫിംഗർ ടിപ്സിൽ ഉള്ളപ്പോഴും സ്കോപ്പ് നോക്കി പണ്ട് നമ്മുടെ കാലത്തൊക്കെ ഉള്ള പോലെയുള്ള ഡിസ്കഷനിലൂടെ അൺഇൻഫോംഡ് ആയിട്ട് ഇതുപോലെയുള്ള ഡിസിഷൻസ് എടുക്കുന്നു എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു പോവുകയാണ്, മേ ബി ഇതുപോലെയുള്ള കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെയോ അല്ലെങ്കിൽ പുറത്ത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെയോ ഡേർട്ടി മാർക്കറ്റിംഗ് ഗെയിംസിൽ വീണു പോയിട്ടൊക്കെയാണോ ആൾക്കാർ അത് കാണുമ്പോൾ അതിലാണ് സ്കോപ്പ് ഉണ്ട് എന്നുള്ളൊരു റോങ് നെറേറ്റീവ് ഉണ്ടാകാം. എവരിവൺ നീഡ്സ് സെയിൽസ്, റൈറ്റ്? എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും എന്ത് വേണം? തങ്ങൾ ഇതിലോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ പ്രോഗ്രാമിനാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടനും പറയുന്നത് 21ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റ് ആവണമെങ്കിൽ ഇങ്ങോട്ട് വരണം എന്നുള്ളതാണ്. അപ്പോൾ അത് മേ ബി ഈ പറഞ്ഞതുപോലെ ആളുകളെ സ്റ്റാർസിനെ വെച്ചിട്ടുള്ള മാർക്കറ്റിംഗ് ആവാം, ഇത്തരം ഇമോഷൻസ് വെച്ചിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ് വെച്ചിട്ടുള്ള മാർക്കറ്റിംഗ് ആവാം. ഇതിലൊക്കെ യോജിച്ച കുറേ ആളുകളും പോകുന്നുണ്ടാവാം കേട്ടോ, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതിനോട്ട് സൂട്ടബിൾ ആയിട്ടുള്ള ആളുകൾ, ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അല്ല, ഇപ്പോൾ കേട്ട് വരുമ്പോൾ ഇപ്പോൾ
വോട്ടിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ അതിശക്തം വോട്ട് എന്നൊരു ക്യാമ്പയിൻ ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ പോയിന്റ് വാസ്, ആൾക്കാർ വോട്ട് ചെയ്യുന്നത് ഇൻഫോംഡ് ആയിട്ടല്ല, പ്രോപ്പർലി ഇൻഫോംഡ് ആയിട്ട് ഒരു ഫ്രെയിം വർക്ക് ഡ്രിവണോ ആയിട്ടല്ല, റാദർ ഇമോഷണൽ ആയിട്ട് എൻ്റെ വീട്ടുകാർ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പാർട്ടിക്ക് വോട്ട് ചെയ്തു, ഇല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തു എന്ന് അവരാരോ പറഞ്ഞു, ഈ പാർട്ടി നല്ലതാണെന്ന്, സ്കോപ്പിന് ഇക്വലന്റ് ആണല്ലോ, ആ പാർട്ടി നല്ലതാണെന്ന് ആരോ പറഞ്ഞതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്തു എന്നുള്ളൊരു വിഷയം ഉണ്ടായിരുന്നു. അപ്പൊ എന്നത് ഭയങ്കരമായി മൂവ് ചെയ്തു. അങ്ങനെയാണോ വോട്ട് പോലെ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം ചെയ്യേണ്ടത് എന്ന രീതിയിൽ ഞാനിവിടെ ചിന്തിച്ചു പോവുകയാണ്. ഇങ്ങനെയാണോ നമ്മൾ എന്ത് പഠിക്കണം, എന്ത് കരിയർ ചൂസ് ചെയ്യണം എന്നുള്ളത് സെലക്ട് ചെയ്യേണ്ടത്? ഇപ്പൊ ഞാൻ ചിന്തിക്കുമ്പോൾ അത് മനുഷ്യന്മാര് നമുക്കൊരു നമ്മള് അക്നോളജ് ചെയ്യേണ്ട ഒരു ഫാക്ട് എന്നുള്ളത്, മനുഷ്യൻ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ അല്ലേ, ഇമോഷൻസ് തന്നെ അല്ലേ മനുഷ്യനെ കുറെയൊക്കെ ഡ്രൈവ് ചെയ്യുന്നത്. കല്യാണം കഴിക്കുമ്പോൾ വരെ നമ്മൾ ഇമോഷൻ നോക്കിയിട്ടല്ലേ കല്യാണം കഴിക്കുന്നത് അല്ലേ, ശരിയല്ലേ? അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് അതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ കുറേയൊക്കെ ഈ പറഞ്ഞതുപോലെ ഒരു ചിന്തയും ഉത്തരവാദിത്ത ബോധവും അതിലോട്ട് കൊണ്ടുവരുന്നിടത്താണ് നമ്മൾ കരിയറിൽ, ഇപ്പം നമ്മളൊരു ഒരാളെ കല്യാണം കഴിക്കുന്നു, ഒരു ഇമോഷൻ്റെ മാത്രം പുറത്ത് ഒരാളെ കല്യാണം കഴിച്ചാൽ നമുക്കൊരു 40 വർഷം കൂടെ ജീവിക്കാനുള്ള ഒരാളാണ് എന്നുള്ളത് എന്താണ്? വോട്ട് ചെയ്യുന്നത് നമുക്ക് 5 വർഷം കഴിഞ്ഞാൽ നമുക്ക് മേ ബി ഡെമോക്രസി എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരാളെ കല്യാണം കഴിക്കുന്നതും ഒരു കരിയർ ചൂസ് ചെയ്യുന്നതും മാറ്റുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഇപ്പോഴും വാപ്പാൻ്റെ ഓഫീസിൽ ജോലി ചെയ്ത മറ്റേ അങ്കിള് പറഞ്ഞു ഈ കോഴ്സിന് സ്കോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് ഇപ്പോഴും കോഴ്സ് എടുക്കുന്നു എന്ന് പറയുന്നതെല്ലാം ശുദ്ധ ഉത്തരവാദിത്വമില്ലായ്മയാണെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. രണ്ടുപേരുടെ കേസിലും, ഇപ്പോൾ കുട്ടികളാണെങ്കിലും കുറച്ചും കൂടി ഉത്തരവാദിത്വത്തോടു കൂടി, ഏജൻസി എന്നൊരു വാക്ക് ഞാനിവിടെ ഉപയോഗിക്കാൻ, ഐ വുഡ് ലൈക്ക് ടു യൂസ് ഏജൻസി ആസ് എ വേർഡ്. അപ്പോൾ ഏജൻസി എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ഒരാൾ അയാളുടെ ജീവിതത്തെ പറ്റിയോ, അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടിയാണെങ്കിൽ കുട്ടിയുടെ ജീവിതത്തെ പറ്റി, അല്ലെങ്കിൽ പേരൻ്റ് ആണെങ്കിൽ കുട്ടികളുടെ ജീവിതത്തെ പറ്റി വളരെ റെസ്പോൺസിബിൾ ആവുന്നതാണ്. എന്താണ് ശരി എന്നുള്ളത് അന്വേഷിക്കലാണ്. ശരി എന്താണെന്ന് റൈറ്റ് രീതിയിൽ, റൈറ്റ് സ്ഥലങ്ങളിൽ പോയിട്ട് റൈറ്റ് രീതിയിൽ കണ്ടുപിടിച്ച് അത് മനസ്സിലാക്കി, തെറ്റ് ഒഴിവാക്കി, തെറ്റ് ചെയ്തെങ്കിൽ അതിൽ നിന്ന് പഠിച്ച് ശരിയായ കാര്യം ചെയ്യണം എന്നുള്ള റെസ്പോൺസിബിലിറ്റി, അഗൈൻ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. അപ്പോൾ അത് കുട്ടികൾ കാണിക്കണം, പേരൻസ് കാണിക്കണം. ആ ഒരു ഉത്തരവാദിത്തം കാണിച്ചാൽ ഇന്ന് എല്ലാ ഇൻഫോർമേഷനും എല്ലായിടത്തും അവൈലബിൾ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ ഇൻഫർമേഷനും എല്ലായിടത്തും അവൈലബിൾ ആണ്. പക്ഷേ ഒരു ഇൻഫർമേഷൻ ഓവർലോഡിൻ്റെ പ്രശ്നവും ഇല്ലേ? ഞാനിപ്പോൾ കുട്ടികളുടെ അടുത്ത് ഞാൻ വെറുതെ ഇൻട്രാക്ട് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ എത്ര ആളുകളെ കുറിച്ച് നിങ്ങളുടെ പാരൻസിന് നിങ്ങൾ ഫോൺ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആണെന്ന് പരാതി ഉണ്ട് എന്ന് ഞാൻ വെറുതെ കുട്ടികളോട് ചോദിക്കും. അപ്പോൾ ഒരു മേ ബി ഒരു 60 to 70% കുട്ടികൾ കൈ ഉയർത്തും. ലൈക്ക് ദേ നോ ദാറ്റ് ദേ ആർ സോഷ്യൽ മീഡിയ അഡിക്ട്സ്. അപ്പം ഞാൻ വെറുതെ അവരോട് ചോദിക്കും, നിങ്ങളിൽ എത്ര ആളുകൾക്ക് നിങ്ങളുടെ പാരൻസിനെ കുറിച്ച് സെയിം പരാതിയുണ്ട്? ഇതേ 60-70% ആൾക്കാർ കൈവെക്കും. ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു പാരൻറ്റിങ് വാചകം എന്നുള്ളത്, ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് എൻ്റെ ഉമ്മയുടെ കൂടെ ഒരു ക്ലാസ്സിൽ ഉമ്മ ഒരു പാരൻറ്റിങ് ക്ലാസ്സിന് പോയപ്പോൾ കേട്ടൊരു വാചകമാണ്, ടാങ്കിലുള്ളതേ ടാപ്പിൽ വരുള്ളൂ എന്നുള്ളത്. ടാങ്കിലുള്ളതേ ടാപ്പിൽ വരുള്ളൂ, റൈറ്റ്? അപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ പാരൻസ് എടുക്കുന്നതൊക്കെ ഒരു വളരെ ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷനാണോ? അതല്ല ഈ പറഞ്ഞതുപോലെ ഒരു ഇമോഷൻ ഡ്രിവൺ ആയിട്ട് എനിക്ക് ഡോക്ടറാവാൻ പറ്റിയില്ല, അപ്പം എൻ്റെ കുട്ടി ഡോക്ടർ ആവട്ടെ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നത് ഇന്ന ആളുടെ മോനാണ്, അവൻ അതാണ് ആയിട്ടുള്ളത്, അതുകൊണ്ട് എൻ്റെ കുട്ടി അതാവട്ടെ, അല്ലെങ്കിൽ ഇനി പറഞ്ഞതുപോലെ അതും പിന്നെയും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് നമ്മളൊരു ഡിസിഷനൊക്കെ എടുത്ത് നമ്മൾ അതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. പക്ഷേ ഒരു +2 എന്നെ ഒരു പാരൻറ്റ് വിളിച്ചിട്ട്, ഇപ്പം എനിക്ക് സ്ഥിരം വരുന്നൊരു കോളാണ്, 12th കഴിഞ്ഞു, എൻ്റെ കുട്ടിക്ക് ഇന്ന മാർക്കുണ്ട്, എൻ്റെ കുട്ടി ഏത് കോഴ്സാണ് എടുക്കേണ്ടത്? ഹൗ ദ ഹെൽ ഡസ് ഐ നോ നിങ്ങളുടെ കുട്ടി ഏത് കോഴ്സാണ് എടുക്കേണ്ടത് എന്നുള്ളത്? അതായത് 18 വർഷമായിട്ട് നിങ്ങളുടെ കുട്ടിയുടെ കൂടെ നടന്നിട്ട് നിങ്ങളുടെ കുട്ടി ഏത് കോഴ്സ് എടുക്കണം തീരുമാനിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ ഒരു ബേസിക് ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളതും അവൻ്റെ ഒരു പേഴ്സണാലിറ്റി എന്താണെന്നുള്ളതും നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാനോ മനസ്സിലാക്കാനോ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആസ് എ പാരൻറ്റ് നിങ്ങൾ വലിയൊരു ഫെയിലിയർ ആണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. നമ്മുടെ പോഡ്കാസ്റ്റ് മേ ബി കുറച്ച് ഹാർഷായിട്ട് ഞാൻ പറയുന്നുണ്ടാവും, പക്ഷേ കാരണം ഇത് ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതുകൊണ്ടാണ്. ഒരു +2 വരെ കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് ഒരു മിനിറ്റ് കൊണ്ട് ഏറ്റവും സ്കോപ്പുള്ള കോഴ്സ് ഏതാണ്, അല്ലെങ്കിൽ ഒരു കുട്ടി ഏത് കോഴ്സിനാണ് പോകേണ്ടതെന്ന് എങ്ങനെയാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക? ഈ പാരൻറ്റിന് ഇതിലൊരു ഉത്തരവാദിത്തമല്ലേ? ഈ പാരൻറ്റ് എന്നുള്ളൊരു ഉത്തരവാദിത്തം കണ്ടിട്ടല്ലേ കുട്ടികൾ എന്ത് ചെയ്യുന്നത്? കുട്ടികൾ അത്തരം ഉത്തരവാദിത്തം എടുക്കുന്നത് എന്നുള്ള ആരെയാണ് കുട്ടികൾ റോൾ മോഡൽ ചെയ്യുന്നത്? ഈ പേരൻസ് കുട്ടികളെ ഒരു പ്രൊജക്റ്റായി കാണുന്ന ഒരു സംഭവം പണ്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ അറ്റ്ലീസ്റ്റ് വിചാരിച്ചിരുന്നത്. അതായത് അവരുടെ സെൽഫിഷ് ഇൻട്രസ്റ്റ് കുട്ടികളിലൂടെ ജീവിച്ച് നടത്തണം, അവർ ആഗ്രഹിക്കുന്ന വളരെ റിജിഡായിട്ട് പാത്തിലേക്ക് തന്നെ കുട്ടികളെ വിടണം എന്നുള്ളൊരു തോട്ട് ഒരു പ്രൊജക്റ്റായിട്ട് കാണുന്ന ഒരു സംഭവം ഉണ്ടായി. അതൊക്കെ ഇപ്പോൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? കുറച്ചൊക്കെ ഉണ്ടാവാം, പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാളും കൂടുതൽ ഇപ്പോൾ തീരെ കെയറിങ് അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കെയറിങ് ഇൻ ദ സെൻസ് നമ്മൾ അവർക്ക് വേണ്ട ഭക്ഷണം ഒക്കെ അങ്ങനെ കെയറിങ് അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അതൊരു കുട്ടിയെ നമ്മളൊരു സ്കൂളിലാക്കി കൊടുത്താൽ എല്ലാമായി, അതിന് ഞാൻ 1 ലക്ഷം രൂപ ഫീസ് കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ അത് അവരുടെ
ഉത്തരവാദിത്തമാണ് കുട്ടിയെ എവിടെയെങ്കിലും എത്തിക്കുക എന്നുള്ള ആ ഒരു ലെവൽ ഓഫ് കെയർലെസ്നെസ് ഉണ്ടല്ലോ. ഒരു കുട്ടി ഒരു 7 ഹവേഴ്സോ അല്ലെങ്കിൽ 8 ഹവേഴ്സൊക്കെ സ്കൂളിൽ സ്പെൻഡ് ചെയ്താലും ബാക്കി 16 ഹവേഴ്സ് അവന് വീട്ടിലാണുള്ളത്. അവൻ്റെ വീട്ടിലെ ഒരു കാര്യത്തെക്കുറിച്ചും പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, നമ്മൾ കെയർ ചെയ്യേണ്ടതില്ല. അവൻ്റെ പഠനം, അവൻ്റെ അക്കാഡമിക്സ്, അവൻ്റെ ഫ്യൂച്ചറൊക്കെ സ്കൂളിൽ നിന്ന് നോക്കിക്കൊള്ളും എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് പാരൻസിനുള്ളതാണ് എനിക്കൊരു ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു. ഫുള്ളി ഔട്ട്സോഴ്സ് ചെയ്ത് വെച്ചിരിക്കും. ഫുള്ളി ഔട്ട്സോഴ്സ് ചെയ്ത് വെച്ചിരിക്കണം. നമുക്കതിന് സമയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളും ഫോണിലാണ്. ഞാനടക്കമുള്ള ആളുകൾ, ഞാൻ എന്നെ തന്നെ നിർത്തിയാണ് പറഞ്ഞത്. ഞാനൊരു പാരൻ്റാണ്, ഞാനും ഫോണിലാണ്. ഞാനിങ്ങനെ ആലോചിച്ചു, ഇന്നലെ എൻ്റെ ചെറിയ മോനെ 2 വയസ്സുള്ള മോൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാനെന്തോ ഇങ്ങനെ വാട്സാപ്പിലോ എന്തോ നോക്കുകയാണ്, ഇലക്ഷനൊക്കെ വന്നാലേ റിസൾട്ടൊക്കെ നോക്കുകയാണ്. അപ്പോൾ അവന് 2 വയസ്സുള്ള അവനോട് പറഞ്ഞു, ഉപ്പച്ചി ഫോൺ അവിടെ വെക്ക്, അവന് കളിക്കാനാണ്. അവന് കളിക്കണം എന്നുണ്ടെങ്കിൽ അവനറിയാം ഞാൻ അവിടെ ഫോൺ വെച്ചാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കളിക്കാൻ. ഞാൻ എന്നെ തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടാണ് ഞാൻ പറഞ്ഞത്.